SSLC ICT വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ICT പാഠഭാഗങ്ങളിലെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ രണ്ടാമത്തെ പാഠഭാഗത്തിലെ LibreOffice റൈറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് പബ്ലിക്കേഷൻസ് എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആ പാഠഭാഗത്തിനകത്ത് നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒന്ന് സ്റ്റൈലുകൾ തയ്യാറാക്കുന്നത്, രണ്ടാമത്തേത് ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ് ഉൾപ്പെടുത്തുന്നത്, അതേപോലെ മെയിൽ മെർജ് സൗകര്യം ഉപയോഗിച്ച് ഒരു ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അതേപോലെയുള്ള ലെറ്ററുകളൊക്കെ തയ്യാറാക്കുന്നത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിനകത്ത് പഠിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യുന്നുള്ള വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു LibreOffice റൈറ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. എങ്ങനെയാണ് LibreOffice റൈറ്റർ തുറക്കുക നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻസ്, ഓഫീസ്, LibreOffice റൈറ്റർ എന്നുള്ള ക്രമത്തിലാണ് നമ്മൾ LibreOffice റൈറ്റർ തുറക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം റൈറ്റർ ഒന്ന് പരിചയപ്പെടുത്താം, അതിനുശേഷം എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഫയൽ മെനു കാണാം, അതേപോലെ തൊട്ട് താഴെയായിട്ട് മറ്റ് ടെക്സ്റ്റ് ടൂളുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വശങ്ങളിലായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് അതേപോലെ സ്റ്റൈലുകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വശങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, പരീക്ഷയ്ക്ക് റൈറ്റർ ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് തന്നിട്ടുള്ള മാതൃകയിൽ ഇതുപോലെയുള്ള ഒരു ഫയൽ കൊടുത്തിട്ടുണ്ടാവും, അതിന് സ്റ്റൈലുകൾ കൊടുക്കുക, അതേപോലെ ഉള്ളടക്ക പട്ടിക ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ് ഉൾപ്പെടുത്തുക, മെയിൽ മെർജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക എന്നാണ് ചോദിക്കുക. ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് 2 രീതിയിലുള്ള ഫയലുകൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് .ott എന്ന് പറയുന്ന ടെക്സ്റ്റ് ടൈപ്പ് ഫയലുകളും, രണ്ടാമത്തെ .ods എന്ന് പറയുന്ന സ്പ്രെഡ്ഷീറ്റ് കാൽക്ക് മോഡൽ വിവരങ്ങൾ ശേഖരിച്ച ഫയലുകളുമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ഫയലാണ് നമ്മളോട് ഓപ്പൺ ചെയ്യാൻ പാടുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ചോദ്യത്തിൽ നോക്കി മനസ്സിലാക്കണം. അപ്പൊ ഈ കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതേപോലെയുള്ള ഒരു ലേഖനം എക്സാം ഡോക്യുമെന്റ്സിൽ കൊടുത്തിട്ടുണ്ട്, അത് തുറന്നതിന് ശേഷം അതിനകത്തുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മളുടെ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിനകത്ത് നിന്നും ഒരു മാറ്റർ നമുക്ക് തുറക്കാം. ഒരു കോവിഡ് ഡോട്ട് അല്ലെങ്കിൽ ഒരു എന്ത് ഫയലാണോ ഉള്ളത് ആ ഫയൽ നമ്മൾ തുറക്കുന്നു. അപ്പൊ നിങ്ങളുടെ മൗസ് സ്ക്രോൾ ചെയ്ത് കാണാൻ കഴിയും, ഒരുപാട് ടെക്സ്റ്റുകൾ ആദ്യമേ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്തേക്ക് സ്റ്റൈലുകൾ ഉൾപ്പെടുത്തുക, അതേപോലെ ടേബിൾ ഓഫ് കണ്ടന്റ്, ആമുഖ പട്ടിക അല്ലെങ്കിൽ ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം കിടക്കാം. എങ്ങനെയാണ് ഒരു സ്റ്റൈലുകൾ മാറ്റം വരുത്തുന്നത്, എങ്ങനെയാണ് സ്റ്റൈലുകളെ മോഡിഫൈ ചെയ്ത് ഒരു പുതിയ സ്റ്റൈൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇവിടെയുള്ള സബ് ഹെഡിങ്ങുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഹെഡിങ്ങുകൾക്ക് നമുക്ക് ഹെഡിങ് 1 എന്ന് പറയുന്ന ഒരു സ്റ്റൈല് കൊടുക്കണം, അതേപോലെ കളറിൽ മാറ്റം വരുത്താൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചോദ്യം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ചോദ്യം പറഞ്ഞത്? ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് 2 എന്ന് പറയുന്ന സ്റ്റൈല് കൊടുക്കണം എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതേപോലെ പറയുന്ന ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമുക്ക് എന്ത് ചെയ്യാം, ആ ഹെഡിങ് 2 എന്ന് പറയുന്ന സ്റ്റൈൽ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഹെഡിങ്ങൾക്ക് വിവിധ സ്റ്റൈലുകൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ സ്റ്റൈലുകൾ കൊടുക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ഹെഡിങ് ആണോ നമുക്ക് സ്റ്റൈലുകളിൽ മാറ്റം വരുത്തേണ്ടത് അതിനെ മൗസ് ഉപയോഗിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇവിടെ സ്റ്റൈലുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് 1 അല്ലെങ്കിൽ ഹെഡിങ് 2 ഏത് സ്റ്റൈലാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പറയുന്നത് ആ സ്റ്റൈലുകൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഹെഡിങ് 2 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സ്റ്റൈൽ നമുക്ക് അവിടെ അപ്ലൈ ആവും. ഇത് ഒരു രീതിയാണ്. ഇതേപോലെ മറ്റ് അനവധി രീതികളുണ്ട്. നമുക്ക് ആ രീതികളോട് പറയാം. അടുത്ത ഹെഡിങ് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്കിവിടെ സ്റ്റൈൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റൈലുകൾ കൊടുത്തിട്ടുണ്ടാവും. ഹെഡിങ് 1 അല്ലെങ്കിൽ ഹെഡിങ് 2 ഹെഡിങ് 3 എന്നുള്ള സ്റ്റൈലുകൾ കൊടുത്തിട്ടുണ്ടാവും. ഈ രീതിയിൽ ചെയ്യാം. മറ്റൊന്നുള്ളത് സ്റ്റൈൽസിൽ നിന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയും മാനേജ് സ്റ്റൈൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് സ്റ്റൈലുകൾ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നമുക്ക് ഹെഡിങ് എന്ന് പറയുന്നതിനും സബ് ഹെഡിങ് ആയിരിക്കുന്നത് നമുക്ക് കൂടെ നോക്കൂ. ഹെഡിങ് 2 എന്ന് പറയുന്ന രീതിയിൽ സ്റ്റൈൽ ഉണ്ട്. ആ സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്റ്റൈലുകളെ അപ്ലൈ ചെയ്യാൻ കഴിയും. മറ്റൊന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ക്ലോൺ ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഹെഡിങ്ങിന് ഇതേപോലെയുള്ള സ്റ്റൈല് കൊടുത്തു. ഇതേ സ്റ്റൈൽ നമുക്ക് അടുത്തതിനും കൊടുക്കണം. അതിനു വേണ്ടി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും, ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടൂൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടി ക്ലോൺ ചെയ്യാൻ വേണ്ടി ഏത് ഹെഡിങ് ആണോ നമ്മൾ ക്ലോൺ ചെയ്യുന്നത് ആ ഹെഡിങ് സെലക്ട് ചെയ്തതിനു ശേഷം ക്ലോൺ ഫോർമാറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം നമ്മളുടെ മൗസിന്റെ ആരോ കീയുടെ ഷേപ്പ് മാറും അല്ലെ, ക്ലോണിങ്ങിന്റെ ഫോർമാറ്റിലേക്ക് മാറും. അതിനുശേഷം അടുത്ത ഹെഡിങ് ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി, ആ ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് ഇതിനെ ക്ലോൺ ചെയ്യാൻ കഴിയും. അപ്പൊ ആ ടൂൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ഇതാണ് ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന രീതി. പരീക്ഷയ്ക്ക് ഇതേപോലെയുള്ള എല്ലാ സബ് ഹെഡിങ്ങുകൾക്കും നമുക്ക് സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ചെയ്യും. അതേപോലെ ഹെഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു ഹെഡിങ് സെലക്ട് ചെയ്ത് അടുത്ത ഹെഡിങ് സെലക്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഒരുമിച്ച് എല്ലാ ഹെഡിങ്ങുകളെയും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അത് ഓർമ്മിച്ച് വെക്കുക, കൺട്രോൾ കീ പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമായ എല്ലാ ഹെഡിങ്ങുകളെയും നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഓരോ ഹെഡിങ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഏതൊക്കെ ഹെഡിങ്ങുകളാണോ വേണ്ടത് കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് എല്ലാ ഹെഡിങ്ങുകളെയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഒരുമിച്ച് നമുക്ക് ഇവിടുന്ന് ഏത് സ്റ്റൈലാണോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആ സ്റ്റൈലുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പൊ ഈ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞതുപോലെ ഇതേപോലെയുള്ള സ്റ്റൈലുകൾക്ക് നമ്മൾ മാറ്റം വരുത്തി. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത ഒരു ഹെഡിങ് ടു എന്ന് പറയുന്ന സ്റ്റൈൽ ഉണ്ട്. ഈ സ്റ്റൈൽ നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ സ്റ്റൈൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് ഫോണ്ടിൽ മാറ്റം വരുത്താം, ഫോണ്ടിന്റെ കളറിൽ മാറ്റം വരുത്താം, സൈസിൽ മാറ്റം വരുത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായ പരീക്ഷയ്ക്ക് ഏത് ഫോണ്ടിലേക്കാണ് നിങ്ങളോട് മാറ്റാൻ പറയുന്നത് ആ ഫോണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഫോണ്ട് ഫാമിലിയിൽ നിന്നും സെലക്ട് ചെയ്യാൻ കഴിയും. അതേപോലെ ഫോണ്ട് എഫക്റ്റിൽ നിങ്ങൾക്ക് ഫോണ്ടിന്റെ കളറുകൾ അതേപോലെ ഷാഡോ തുടങ്ങിയ കാര്യങ്ങൾ മാറ്റാൻ കഴിയും. ഇവിടെ നിങ്ങൾ ഫോണ്ട് മാറ്റുന്ന സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ട് ടൈപ്പ് ഫോണ്ടുകൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് വെസ്റ്റേൺ ടെക്സ്റ്റും അതേപോലെ രണ്ടാമത്തത് CTL ഫോണ്ടുമാണ്. ഇത് തിയറി പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വെസ്റ്റേൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾക്കും CTL ഫോണ്ട് എന്ന് പറയുന്നത് മലയാളം ഫോണ്ടുകൾക്കുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതേപോലെ സൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, പെർസെന്റേജ് ഫോർമാറ്റിൽ പറയും. പരീക്ഷയിൽ നിങ്ങളോട് പറയാം 130% അല്ലെങ്കിൽ 130% മാറ്റുക എന്നാണ്. അപ്പൊ ഏത് സ്റ്റൈലിലേക്കാണ് നിങ്ങൾക്ക് പറയുന്നത് ആ സ്റ്റൈലിലേക്ക് മാറ്റിയ ശേഷം താഴെ കാണുന്ന ഈ ഒരു അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ആവശ്യമായ മാറ്റങ്ങൾ ആ ഹെഡിങ് 2 എന്ന് പറയുന്ന സ്റ്റൈലുകൾക്ക് വന്നിട്ടുണ്ടാവും. ഇതല്ലാതെ നിങ്ങൾക്ക് പുതിയ സ്റ്റൈലുകൾ ഉൾപ്പെടുത്താനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നും ഏത് സ്റ്റൈലാണോ വേണ്ടത് അതിന് മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് പറയുന്ന രീതിയിൽ കൊടുത്ത് ഒരു പുതിയ സ്റ്റൈൽ നിങ്ങൾക്ക് സ്വന്തമായി നിർമ്മിക്കുകയും അതേപോലെ മോഡിഫൈ എന്നുള്ളത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉള്ള സ്റ്റൈലിനെ മാറ്റം വരുത്താനും കഴിയും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റൈലുകൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ നിങ്ങൾ വർക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്റ്റൈലുകളൊക്കെ മാറ്റി നിങ്ങൾക്ക് ആ പറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മൾ എല്ലാ ഹെഡിങ്ങുകൾക്കും ഒരേ സ്റ്റൈലുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടേബിൾ ഓഫ് കണ്ടന്റ് ഇൻഡെക്സ് ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ്. അതായത് നമുക്ക് ഇത്രയും ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്, ആ ഹെഡിങ്ങുകളെ മുഴുവൻ നമുക്കൊരു കണ്ടന്റ് പോലെ നമുക്ക് ഇവിടേക്ക് ഇൻഡെക്സ് പോലെ നമുക്ക് കൊടുക്കണം. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് പേജ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതേപോലെ ബ്ലാങ്ക് പേജ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ ഒരു പുതിയ പേജ് ഉൾപ്പെടുത്തണം. എങ്ങനെയാണ് ഒരു പുതിയ പേജ് ഉൾപ്പെടുത്തുന്നത് പറയാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ടിൽ നിന്നും പേജ് ബ്രേക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. ഓർമ്മിച്ച് വെക്കുക, ഇൻസേർട്ട് മെനുവിലാണ് പേജ് ബ്രേക്ക് എന്ന് പറയുന്നത്. പേജ് ബ്രേക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ പേജ് ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താം. അപ്പൊ നമുക്കിവിടെ പേജ് തന്നിട്ടുണ്ട്. ഈ ഹെഡിങ്ങിന് താഴെയായിട്ടാണ് നമുക്ക് ഈ ഒരു ഇൻഡെക്സ് ഉൾപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഈ ഹെഡിങ്ങിന് താഴെയായിട്ട് ജസ്റ്റ് മൗസ് ഉപയോഗിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കാണാം COVID-19 എന്നുള്ള ഭാഗത്താണ് വന്നിട്ടുള്ളത്. എൻ്റർ കീ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ട് താഴെയുള്ള വരിയിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ ഇൻഡെക്സ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇൻഡെക്സ് ഉൾപ്പെടുത്തുന്ന ക്രമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇൻസേർട്ട് മെനുവിൽ നിന്നും ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സ്, അതിലെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രഫി എന്നുള്ള രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പുതിയ ഒരു വിൻഡോ വരും. നമുക്ക് എന്താണോ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ആ കാര്യങ്ങളാണ്. നമുക്കിവിടെ യാതൊരു മാറ്റങ്ങളും വരുത്താനില്ല. അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്ന ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഹെഡിങ്ങുകൾക്ക് ഹെഡിങ് സ്റ്റൈലുകൾ ഹെഡിങ് 1 ഒരേപോലെയുള്ള സ്റ്റൈലുകൾ കൊടുത്തിട്ടുണ്ടോ അവ എല്ലാ പേരുകളും നമുക്ക് ഇവിടേക്ക് പേജ് നമ്പർ സഹിതം ഒരു കണ്ടന്റ് ഉൾപ്പെടുത്തിയ രീതിയിൽ ഒരു ടേബിൾ രീതിയിൽ നമുക്ക് ഇവിടേക്ക് വരും. അപ്പൊ ഇത്ര മാത്രമേ നമുക്ക് ടേബിൾ ഓഫ് കണ്ടന്റ് ഉൾപ്പെടുത്താനുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹെഡിങ്ങുകൾക്കൊക്കെ ഒരേ സ്റ്റൈലായിരിക്കണം.
അതേപോലെ ഒരു പുതിയ പേജ് എടുത്ത് അല്ലെങ്കിൽ അവിടെ പേജ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ പേജിനകത്താണ് നിങ്ങൾ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇപ്പൊ തിയറി പരീക്ഷയിൽ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ടേബിൾ ഓഫ് കണ്ടന്റ് ഉള്ള ഒരു പേജിലേക്ക് പോവുക എന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾ ജസ്റ്റ് കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട്, കൺട്രോൾ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഏത് ഹെഡിങ്ങിലാണോ ക്ലിക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ പേജിലേക്ക് പോകും. വളരെയധികം വലിയൊരു ലേഖനങ്ങളൊക്കെയാണ് നമുക്ക് ഈ രീതിയിൽ ടേബിൾ ഓഫ് കണ്ടന്റ് മാനേജ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. സ്റ്റൈലുകൾ എങ്ങനെ ഉൾപ്പെടുത്താം, അതേപോലെ എങ്ങനെയാണ് ടേബിൾ ഓഫ് കണ്ടന്റ് ഉൾപ്പെടുത്തുന്നതാണ്. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് മേൽമർ ചെയ്യുന്നത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി. താങ്ക് യു.